പുതിയ വണ്ടി എടുക്കാനിരിക്കുന്നവർ ത്രില്ലിന്റെ അക്ഷമ പിടിച്ചു നിർത്തി ഇത്തിരി കാത്തിരുന്നാൽ അരക്കഴഞ്ച് ക്ഷമയ്ക്ക് ഒന്നര കഴഞ്ച് ലാഭം കിട്ടിയേക്കാം. GST പരിഷ്കാരം ദീപാവലി കാലത്ത് നടപ്പായേക്കും. ഇന്നത്തെ സൂചന പ്രകാരം കാറുകൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കും തരക്കേടില്ലാത്ത വിധം നികുതി കുറയും. GSTയിൽ കേന്ദ്ര സർക്കാരിന്റെ പ്ലാൻ എന്താണെന്നും ഇതെങ്ങനെ വാഹന വിലയെ ബാധിക്കുമെന്നും പരിശോധിക്കാം. GSTയിലെ ഏറ്റവും ഉയർന്ന സ്ലാബായ 28% നിലവിൽ വാഹനങ്ങളുടെ നികുതി. ഇതിനു പുറമെ സെസ്സിനത്തിൽ വാഹന വിലയുടെ 1 മുതൽ 22% വരെയും ഈടാക്കുന്നുണ്ട്. വാഹനത്തിന്റെ എഞ്ചിൻ ശേഷി, നീളം എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഇവ കണക്കാക്കുന്നത്. ചെറിയ പെട്രോൾ കാറുകൾക്ക് 29%വും SUVകൾക്ക് 50% വരെയുമാണ് നികുതിയും സെസ്സുകളും ചേർത്ത് വണ്ടി വിലയേക്കാൾ അധികം നൽകേണ്ടത്. നിലവിൽ 0, 5, 12, 18, 28 എന്നിങ്ങനെ 5 സ്ലാബുകളായാണ് GST നിരക്കുകൾ. പുതിയ പരിഷ്കാരം വരുന്നതോടെ 5, 18 എന്നിങ്ങനെ 2 സ്ലാബുകളും ആഡംബര വസ്തുക്കൾക്ക് 40% നികുതിയും ഈടാക്കുമെന്നാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ കാറുകൾക്കും 350 cc താഴെയുള്ള ഇരുചക്ര വാഹനങ്ങൾക്കുമുള്ള GST 18% കുറയും. 10 ലക്ഷം രൂപ വിലയുള്ള ഒരു കാറിന് നിലവിൽ നൽകേണ്ട GST 2.8 ലക്ഷം രൂപയാണ്. GST 18% കുറച്ചാൽ 1.8 ലക്ഷം രൂപ നൽകിയാൽ മതി. 1 ലക്ഷം രൂപയോളം നികുതി ഇനത്തിൽ മാത്രം കുറയും. ഇത് വിൽപ്പനയിലും കാര്യമായ മാറ്റമുണ്ടാക്കുമെന്ന പ്രതീക്ഷയിൽ വാഹന ഓഹരികളും മികച്ച നേട്ടത്തിലാണ്. നികുതിയിൽ വരുന്ന കുറവ് മുഴുവൻ ഉപയോക്താക്കൾക്ക് കിട്ടുമോ, അതോ അന്നേരത്തേക്ക് ഉൽപാദന ചെലവ് കൂടിയ വകയിൽ നിർമ്മാതാക്കൾ ഒരു പങ്കെടുക്കുമോ? അത് കാത്തിരുന്ന് കാണേണ്ട കാര്യം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അഭിപ്രായങ്ങൾ പോരട്ടെ.